വയനാട്ടിലേക്ക് പോകുന്നു. അവിടെയും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് ശേഷം നടക്കും. പൊതുദർശനം തുടരുകയാണ്. അരുൺ പാറയ്ക്കൽ വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. അരുണിലേക്ക്. ഉന്മേഷ്, അജേഷിൻ്റെ പടമലയിലെ വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും വീട്ടിൽ പൊതുദർശനം തുടരുകയാണ്. രാവിലെ 9 മണിയോടുകൂടി തുടങ്ങിയതാണ് പൊതുദർശനം. ഇന്നലെ രാത്രി 9:45 കൂടിയാണ് മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചത്. അപ്പോൾ മുതലുള്ള തിരക്കാണ്. നാട്ടുകാരും ബന്ധുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ അജേഷിനെ ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തുന്നുണ്ട്. മാത്രമല്ല, വയനാട് ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ എത്തുന്നു എന്നുള്ളതാണ്. ഈ റോഡൊക്കെ നമുക്ക് അജേഷിൻ്റെ വീട്ടുമുറ്റത്തെ റോഡാണ്. ആ റോഡൊക്കെ നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും വാഹനങ്ങൾ കൊണ്ട് നിറയുന്ന ഒരു അവസ്ഥ, വികാരനിർഭരമായ ഒരു അവസ്ഥയാണുള്ളത്. പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളും ഒക്കെ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. ചേട്ടാ, ജനപ്രതിനിധികൾ ഇതുവരെ എത്തിയിട്ടില്ല എന്ന് പറയുന്നു. അവർ എന്താ വരാത്തതെന്ന് അറിയില്ല. പ്രതിഷേധമുണ്ട് ആളുകൾക്ക്. അവർ വരണ്ടേ? ഈ കാര്യങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുക്കേണ്ടത് അവരാണ്, ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട്. അത് ചെയ്യാൻ തയ്യാറാവണം. അത് ചെയ്യാൻ തയ്യാറാവാത്തതിൽ കടുത്ത പ്രതിഷേധം ഈ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. വയനാട്ടുകാർ മനുഷ്യരല്ല എന്നുള്ള രീതിയിലാണ് സംസ്ഥാന സർക്കാരുകൾ പെരുമാറുന്നത്. ഒരു ആനയ്ക്ക് കോളർ ID ഘടിപ്പിച്ച ആനയെന്നാണ് പറയുന്നത്. അതിന് പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ടാണോ അതിനെ കോളർ ID വെച്ചിട്ടുള്ളത്? 2 സർക്കാരുകൾ, കർണാടക സർക്കാരാണ് കോളർ ID വെച്ചതെന്ന് പറയുന്നു. ഇവർ പരസ്പരം മത്സരിക്കുകയാണ്. ആന അവരുടെ ആനയാണ്, ഈ കേരളത്തിൻ്റെ ആനയാണെന്ന് കർണാടകത്തിൻ്റെ ആണെന്ന് കേരളവും പറയുന്ന തർക്കിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥിതിവിശേഷമാണ്. വനമന്ത്രി ഉൾപ്പെടെ കേന്ദ്ര സർക്കാർ വിമർശിക്കുന്നുണ്ട്. അവർക്ക് അതല്ലേ പണിയുള്ളൂ. അവർ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വിമർശിക്കാതെ ഇതിൽ എന്താണ് പ്രായോഗികമായിട്ട് ചെയ്യാൻ കഴിയുന്നതെന്ന് പരിശോധിച്ചുകൊണ്ട് അത് ചെയ്യാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിനെതിരെ വിരൽ ചൂണ്ടിയിട്ടും കേന്ദ്ര സർക്കാർ. ശരി അരുൺ, ഏതായാലും അവിടെ ഇപ്പോൾ പൊതുദർശനം പുരോഗമിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും അവിടെ സംസ്കാരം നടക്കുക. ഇന്നലെ മരിച്ച അജീഷിന്റെ സംസ്കാരം.